നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ പാർട്ട് 3 ആണ്. എത്തനോൾ നമ്മളെ റെവല്യൂഷണറി ഫ്യൂവൽ ഇന്ത്യക്കകത്ത് എങ്ങനെയായിരിക്കും. അപ്പൊ ഇത് വീഡിയോ നമ്മൾ കാർ ഓണേഴ്സിന് അല്ലെങ്കിൽ വെഹിക്കിൾ ഉള്ള 2 വീലേഴ്സ് 3 വീലേഴ്സ് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ അവസാനം വരെ കേൾക്കുക, നിങ്ങൾക്ക് ഇതിൽ പലതും ഇൻഫോർമേഷൻ ആയിട്ട് കിട്ടും. അപ്പോ അവസാനം വരെ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൈവശമുള്ള ഇന്നത്തെ പെട്രോൾ കാർ നാളെ E20 ഉപയോഗിച്ച് ഓടുമോ? അതോ E100 വന്നാൽ നിങ്ങളുടെ കാർ ഗാരാജിൽ നിർത്തിയിടേണ്ടി വരുമോ? ഇതൊക്കെ ചോദ്യങ്ങളാണ് എല്ലാ സാധാരണ മനുഷ്യൻ. എത്തനോൾ ഇഞ്ചിൻ എത്രമാത്രം നശിപ്പിക്കുമോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. മൈലേജ് കുറയ്ക്കുമോ? എത്തനോൾ ഉപയോഗിച്ചാൽ ശരിക്കും പണം ലഭിക്കുമോ അല്ലെങ്കിൽ കുറയുമോ? പെട്രോളിനെ കാട്ടി കുറവായിരിക്കും എത്തനോൾ? അതിൽ വലിയൊരു ചോദ്യമാണ്. E100 കാർ വാങ്ങിയാൽ നാളെ പെട്രോൾ വേണ്ടി വരില്ലേ? ഇന്ത്യ ഇപ്പോൾ E20 എത്തിയിരിക്കുകയാണ്. 2025-26 കാലയളവിൽ ഇന്ത്യ ശരാശരി 20% എത്തനോൾ ബ്ലെൻഡിങ് കൈവരിച്ചതായി സർക്കാർ പറയുന്ന അതേസമയം E85 ഇപ്പോൾ ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിളിന് മാത്രമായി ലഭിക്കുന്നതുകൊണ്ട് രാജ്യത്തെ സാധാരണ പെട്രോളിൽ E20 മുകളിലേക്ക് ബ്ലെൻഡിങ് വർദ്ധിപ്പിക്കാൻ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ 2026 ജൂണിൽ ഇന്ത്യയുടെ ആദ്യ പ്രൊഡക്ഷൻ ഫ്ലെക്സ് ഫ്യൂവൽ പാസഞ്ചർ കാർ പുറത്തിറങ്ങി. അത് മാരുതിയുടെ സുസുക്കി വാഗണാർ ഫ്ലെക്സ് ഫ്യൂവൽ ആണ്. ഇത് E20 മുതൽ E100 വരെ എത്തനോൾ പെട്രോൾ ബ്ലെൻഡ് സ്വീകരിക്കാൻ സാങ്കേതികമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിലവിലെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് ഫ്യൂച്ചറിന് തന്നെ തുടക്കമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ പിന്നിലുള്ള ഒരു എഞ്ചിനീയറിംഗ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ആദ്യമേ നമ്മൾ നോക്കേണ്ട E20 എന്നാൽ എന്താണെന്നാണ്. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലളിതമായിട്ട്. E20 എന്ന് വെച്ചാൽ 20% എത്തനോൾ, 80% പെട്രോൾ. അതായത് നിങ്ങളുടെ പമ്പിൽ E20 പെട്രോൾ അടിക്കുമ്പോൾ അത് പ്യുവർ പെട്രോൾ അല്ല, അതിൽ എത്തനോൾ ചേർത്തിട്ടുണ്ട് സംഭവം. അതില് പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ E20 ഒരു പ്രധാന ഫ്യൂവൽ സ്റ്റാൻഡേർഡായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ പെട്രോൾ പമ്പിലും E20 ഉള്ളൂ. 2026 ഏപ്രിൽ മുതൽ BS6 വാഹനങ്ങളിൽ E20 ഫ്യൂവൽ ഉപയോഗിക്കാനുള്ള എമിഷൻ കംപ്ലയൻസ് ആവശ്യകതകൾ ബാധകമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. E20 കമ്പാറ്റിബിൾ എന്നതും ഫ്ലെക്സ് ഫ്യൂവൽ കാർ എന്നതും ഒന്നല്ല. ഇത് രണ്ടാണ്. അത് മാറിപ്പോരുത്. നിങ്ങളുടെ പഴയ പെട്രോൾ കാറിൽ, രണ്ടാമത്തെ നമ്മൾ ചിന്തിക്കുന്ന പെട്രോൾ കാറിൽ E20 ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. പഴയ കാറിൽ BS4 അങ്ങനെയുള്ള കാറിൽ. ഇതാണ് ഏറ്റവും കൂടുതൽ കാർ ഓണേഴ്സ് ചോദിക്കുന്ന ചോദ്യം. ഉത്തരം വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ വാഹനത്തിന്റെ മാനുഫാക്ചറർ റെക്കമെൻഡേഷൻ പരിശോധിക്കണം. അതാണ് വേണ്ടത്. എല്ലാ പഴയ വാഹനങ്ങളിലെയും ഒരേ കാറ്റഗറിയിൽ നമുക്ക് ഇടാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ ലഭ്യമായ വലിയ തോതിൽ ഫീൽഡ് ഡേറ്റ മറ്റൊരു കാര്യമാണ് പറയുന്നത്. 2026 ജൂലൈയിൽ സർക്കാർ പുറത്തുവിട്ട വിവരം അനുസരിച്ച് E20 ഉപയോഗിക്കുന്ന 20 കോടിയിലധികം 2 വീലറും 3 കോടിയിലധികം പെട്രോൾ കാറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് E20 മൂലം വൈഡ് സ്പ്രെഡ് എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായതായി സ്ഥിരീകരിച്ച് തെളിവുകൾ ഇല്ലെന്നും പറയുന്നു. സുസുക്കി ഉൾപ്പെട്ട മാനുഫാക്ചർ നടത്തിയ സർവീസ് ഡേറ്റയിൽ E20 മൂലമായി വൈഡ് സ്പ്രെഡ് അബ്നോർമൽ കൊറോഷനോ വിയർ അല്ലെങ്കിൽ കോമ്പണന്റ് ഡാമേജ് കണ്ടെത്തിയിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്. പക്ഷേ ഇതിന്റെ അർത്ഥം എല്ലാ വാഹനങ്ങളും E20 ഒഫീഷ്യലി റെക്കമെൻഡഡ് ആണ് എന്നല്ല. നിങ്ങളുടെ കാറിന്റെ ഓണേഴ്സ് മാനുവൽ നോക്കണം, ഫ്യൂവൽ സ്റ്റിക്കർ നോക്കണം, മാനുഫാക്ചർ റെക്കമെൻഡേഷൻ നോക്കണം. ഇവയാണ് അവസാനമായി നോക്കേണ്ടത് നമ്മൾ. അപ്പൊ മൂന്നാമത്തെ ഇനിയുള്ള ഒരു കാര്യം, E100 നിങ്ങളുടെ സാധാരണ കാറിൽ ഒഴിക്കാമോ? ഇവിടെയാണ് കാര്യങ്ങൾ മാറുന്നത്. E20 E100 തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. E100 എന്നത് ഏകദേശം 100% എത്തനോൾ ഫ്യൂവൽ എന്ന ആശയമാണ്. ഒരു സാധാരണ പെട്രോൾ എഞ്ചിനിൽ E100 ഒഴിച്ചാൽ കാർ സ്റ്റാർട്ട് ചെയ്യുമോ എന്നത് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല. എഞ്ചിൻ അതിനായി ഡിസൈൻ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. കാരണം എത്തനോളിന് പെട്രോളിനെ കാട്ടി വ്യത്യാസമായ ഫ്യൂവൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് E85 E100 പോലുള്ള ഹൈ എത്തനോൾ ഫ്യൂവൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പ്രത്യേക എഞ്ചിനീയറിംഗ് ആവശ്യമായി വരുന്നുണ്ട്.
അപ്പൊ നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ട ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾ എന്താണെന്നാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് നോക്കണം. ഇതാണ് ഭാവിയിൽ പ്രധാന ടെക്നോളജി. ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾ എന്ന് വെച്ചാൽ FFB. ഒരു പ്രത്യേക എത്തനോൾ പെർസെൻറ്റേജ് മാത്രം ഉപയോഗിക്കുന്ന വാഹനമല്ല ഇത്. ഫ്യൂവലിൽ എത്തനോൾ എത്ര ഉണ്ടെന്ന് അനുസരിച്ച് എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വാഹനമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ E20, അതേപോലെ E50, E85, ചില ഡിസൈനിൽ E100 വരെ. അതിനനുസരിച്ച് എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം, ഫ്യൂവൽ ഇഞ്ചക്ഷൻ, ഇഗ്നിഷൻ ടൈമിംഗ് തുടങ്ങിയ പാരാമീറ്റർ നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. ഇന്ത്യയിൽ 2026 പുതിയ ഡെവലപ്മെന്റ് നോക്കിയാൽ മാരുതി സുസുക്കി വാഗണാർ ഫ്ലെക്സ് ഫ്യൂവൽ E20 മുതൽ E100 വരെ ബ്ലെൻഡിനോട് കമ്പാറ്റബിൾ ആയി എഞ്ചിനീയർ ചെയ്തതായി കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ ഫ്ലെക്സ് ഫ്യൂവൽ പാസഞ്ചർ വെഹിക്കിൾ ടെക്നോളജിയിൽ വലിയ ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അഞ്ചാമത്തെ ഒരു വിഷയം കൂടെ, ഫ്ലെക്സ് ഫ്യൂൽ കാറിന് പ്രത്യേക കോമ്പൗണ്ട് വേണ്ടതാണ്. ഇവിടെയാണ് യഥാർത്ഥ എഞ്ചിനീയറിംഗ് തുടങ്ങുന്നത്. എത്തനോളിന് പെട്രോളിനേക്കാൾ വ്യത്യസ്തമായ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് ഹൈ എത്തനോൾ ബ്ലെൻഡിനായി വാഹനത്തിൽ പല ഘട്ടങ്ങളിൽ പ്രത്യേക ഡിസൈൻ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പൊ ഫ്യൂവൽ സിസ്റ്റം എടുക്കാം. നമുക്ക് ഫ്യൂവൽ ടാങ്ക് മുതൽ ഫ്യൂവൽ ലൈൻ വരെ അത് നമ്മൾ മാറ്റണം. എത്തനോൾ കമ്പാറ്റിബിലിറ്റി വരെ വളരെ പ്രധാനമാണ്. അവിടെ എത്തനോൾ നോക്കണം. പിന്നെ ഫ്യൂവൽ ഇഞ്ചക്ടർ എത്തനോളിന്റെ പ്രോപ്പർട്ടീന് അനുസരിച്ച് ആവശ്യമായ ഫ്യൂവൽ ഫ്ലോ നിയന്ത്രിക്കണം. പിന്നെ വരുന്നത് എനിക്ക് തോന്നുന്ന ECU, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ആണ് വാഹനത്തിന്റെ ബ്രെയിൻ. ഫ്യൂവൽ ബ്ലെൻഡ് മാറുമ്പോൾ എഞ്ചിന്റെ ഓപ്പറേഷൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇഗ്നിഷൻ സിസ്റ്റമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ്. എത്തനോളിന്റെ ഒരു കമ്പഷൻ ക്യാരക്ടറിസ്റ്റിക് കണക്കിലെടുത്ത് ഇഗ്നിഷൻ ടൈമിംഗ് കാലിബ്രേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ഫ്യൂവൽ മെറ്റീരിയൽസ് നമ്മൾ നോക്കണം. ഹൈ എത്തനോൾ ബ്ലെൻഡിനോട് ദീർഘകാലം കോണ്ടാക്ട് ഉണ്ടാകുന്ന സീൽസ്, ഹോസ്, ഫ്യൂവൽ സിസ്റ്റംസ്, മെറ്റീരിയൽ എന്നിവ കമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് കടന്നു പോകണം. അതുകൊണ്ടാണ് എൻ്റെ പെട്രോൾ കാറിൽ E100 സോഫ്റ്റ്വെയർ ചെയ്താൽ മതിയോ എന്ന് നിങ്ങൾ ചോദിക്കും എന്ന ഒരു ചോദ്യമാണ് ഇനി വരാൻ പോണത്. അപ്പോൾ അതല്ല, ഇത് ഒരു സോഫ്റ്റ്വെയർ ചേഞ്ച് മാത്രമല്ല, ഇത് ഒരു കംപ്ലീറ്റ് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ചാലഞ്ച് ആണ്. അപ്പോൾ അടുത്ത നമുക്ക് നോക്കേണ്ട ആറാമത്തെ ഒരു കാര്യം, എത്തനോൾ എഞ്ചിന് കൂടുതൽ പവർ കിട്ടുമോ എന്നാണ് അടുത്ത ഡൗട്ട്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. പലപേരും കരുതുന്നുണ്ട് എത്തനോൾ എന്നത് ചീപ്പ് ഫ്യൂവൽ മാത്രമാണ്. പക്ഷേ എത്തനോളിന് ഉയർന്ന ഒക്ടൈൻ റേറ്റിംഗ് ഉണ്ട്. സർക്കാർ പ്രസിദ്ധീകരിച്ച ടെക്നിക്കൽ ഇൻഫോർമേഷൻ പ്രകാരം എത്തനോളിന്റെ റിസർച്ച് ഒക്ടൈൻ നമ്പർ ഏകദേശം 108.5 ആണ്. പെട്രോളിന്റെ റെഫറൻസ് വാല്യൂ അത് ഉയർന്നതാണ്. ഹൈ ഒക്ടൈൻ എന്നത് എഞ്ചിൻ നോക്കിംഗ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് എത്തനോള് ഒരു ലോ പെർഫോമൻസ് ഫ്യൂവൽ ആണ് എന്നത് ശരിയായ ഒരു പൊതുവായ ധാരണയല്ല. പക്ഷേ ഹൈ ഒക്ടൈൻ ഉണ്ടത് മാത്രം കൊണ്ട് ഒരു കാറിന് കൂടുതൽ പവർ നൽകാം എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എത്തനോൾ കൊടുക്കാം, എഞ്ചിൻ ഡിസൈൻ, കോമ്പഷൻ റേഷ്യോ, ECU കാലിബ്രേഷൻ, ഇതൊക്കെ പലതും ഉണ്ട്. ഇത് ഒരുമിച്ച് പ്രവർത്തിക്കണം. പിന്നെ ഏഴാമത്തെ ഒരു കാര്യം, E20 ഉപയോഗിച്ചാൽ മൈലേജ് കുറയുമോ? ഇവിടെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഇത്. ചിലർ പറയുന്നു E20 വന്നാൽ മൈലേജ് 30% കുറയും. പക്ഷേ ഇത് ശരിയായ രീതിയിലുള്ള കമ്പാരിസൺ അല്ല. എത്തനോളിന്റെ എനർജി കണ്ടന്റ് പെട്രോളിനെ കാട്ടി കുറവാണ്. അതുകൊണ്ട് ഹയർ എത്തനോൾ ബ്ലെൻഡ് ഉപയോഗിക്കുമ്പോൾ ഫ്യൂവൽ എക്കണോമിയിൽ ചില കുറവുണ്ടാകാം. അത് 2026 ജൂലൈയിൽ സർക്കാർ നടത്തിയ വിശദീകരണത്തിൽ മാരുതി സുസുക്കിയുടെ പ്രതിനിധി E20ന്റെ കാലിബ്രേറ്റ് വാല്യൂ E100-നേക്കാൾ ഏകദേശം 3.5 കുറവാണെന്ന് 20 കിലോമീറ്റർ മൈലേജിൽ ഒരു 0.6 കിലോമീറ്റർ മൈലേജ് കുറയുമെന്നാണ് പറയുന്നവർ. അതായത് 30% മൈലേജ് ലോസ്. E20ന്റെ യഥാർത്ഥ സാധാരണ ഫലം എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. മൈലേജിന് ബാധിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ഡ്രൈവിംഗ് സ്റ്റൈല്, ടയർ പ്രഷർ, എയർ കണ്ടീഷൻ, ഗിയർ സെലക്ഷൻ, ട്രാഫിക്, പിന്നെ വെഹിക്കിൾ മെയിൻ്റനൻസ്, ഇതൊക്കെ നമ്മൾ അതുകൊണ്ട് ഇതൊക്കെ നോക്കണം. പിന്നെ E20 മൈലേജ് കുറയാം, പക്ഷേ 30% കുറയാം എന്ന് ബ്ലാങ്കറ്റ് ക്ലെയിം നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. 30% കുറയുന്നു. പിന്നെ എട്ടാമത്തെ പോയിന്റ്, E20 എഞ്ചിന്
നശിപ്പിക്കും, എഞ്ചിനെ നശിപ്പിക്കും. ഇത് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്ന ക്ലെയിംസ് ഇഞ്ചിൻ ഡാമേജ്, റബ്ബർ സീൽ ഡാമേജ്, ഫ്യൂൽ ടാങ്ക് കൊറോഷൻ സംഭവിക്കാം, ഓൾഡ് കാർസിന്റെ പ്രോബ്ലം വരാം. പക്ഷെ യഥാർത്ഥമായിട്ട് നമ്മൾ പരിശോധിക്കണം അതൊക്കെ. 2020 ജൂലൈയിൽ സർക്കാർ പ്രസിദ്ധീകരിച്ച എക്സ്റ്റൻസീവ് ടെസ്റ്റിംഗ്, ഫീൽഡ് വാലിഡേഷൻ, മാനുഫാക്ചർ സർവീസ് എന്നിവയിൽ E20 വൈഡ് സ്പ്രെഡ് എഞ്ചിൻ ഫെയിലിയർ അല്ലെങ്കിൽ അബ്നോർമൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ARAI പറഞ്ഞിട്ടുള്ള E20 കമ്പനിയിൽ 40,000 തൊട്ട് 60,000 കിലോമീറ്റർ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെയും കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പൊ E20 വേണ്ടി ഡിസൈൻ ചെയ്ത കാറിന് E100 ഓട്ടിക്കാൻ കരുതുന്നുണ്ട്. E85E100 പോലുള്ള ഹൈ എത്തനോൾ ബ്ലെൻഡിന് മാനുഫാക്ചർ സർട്ടിഫിക്കേഷൻ നിർണായകമാണ്. ഇന്ത്യയിൽ റെഗുലേഷനിൽ E85E100 കമ്പാറ്റബിലിറ്റി മാനുഫാക്ചർ വ്യക്തമാക്കുന്ന വാഹനത്തിന് അത് കാണിക്കുന്ന സ്റ്റിക്കർ ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഇനി 9ാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കാർ കമ്പനികൾ എന്താണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇപ്പോൾ എത്തനോൾ ഫ്യൂച്ചറിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാരുതി സുസുക്കി 2026 ജൂണിൽ വാഗണാർ ഫ്ലെക്സ് ഫ്യൂൽ ഇന്ത്യയിലെ ആദ്യ ഫ്ലെക്സ് ഫ്യൂൽ പാസഞ്ചർ കാറായി അവതരിപ്പിച്ചു. E20 മുതൽ E100 വരെ എത്തനോൾ പെട്രോൾ ബ്ലെൻഡ് സ്വീകരിക്കാൻ വെഹിക്കിൾ എഞ്ചിനീയർഡ് ചെയ്തിട്ടുണ്ടെന്ന് മാരുതി പറയുന്നുണ്ട്. അതേപോലെ ടൊയോട്ട ഇന്ത്യയിൽ എത്തനോൾ കമ്പാറ്റിബിൾ ഫ്ലെക്സ് ഫ്യൂൽ ടെക്നോളജി ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. കറോള എന്ന് പറഞ്ഞ ഒരു മോഡൽ ബേസ്ഡിലാണ് ഫ്ലെക്സ് ഫ്യൂൽ ഹൈബ്രിഡ് പ്രോട്ടോടൈപ്പ് E100 വരെ പ്രവർത്തിക്കാൻ കഴിവുള്ളതായി ഷോക്കേസ് ചെയ്തിരിക്കുകയാണ് ടൊയോട്ട. അതേപോലെ ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെട്ടുള്ള മാനുഫാക്ചറേഴ്സ് ഫ്ലെക്സ് ഫ്യൂൽ ടെക്നോളജി പ്രോട്ടോടൈപ്പ് ഇന്ത്യയിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹുണ്ടയിലും ഹയർ എത്തനോൾ ബ്ലെൻഡിനുള്ള ഫ്ലെക്സ് ഫ്യൂൽ ടെക്നോളജി ഷോക്കേസ് ചെയ്തത് മാനുഫാക്ചറേഴ്സിൽ ഒന്നാണ്. അതും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എത്തനോൾ ഫ്യൂച്ചറിനെ പരീക്ഷിക്കുന്ന ഘട്ടത്തിൽ നിന്ന് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് കടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പിന്നെ 10ാമത്തെ നമ്മൾ നോക്കേണ്ട E100 കാർ പെട്രോൾ കാറിനേക്കാൾ ചെലവ് കുറഞ്ഞതായിരിക്കുമോ എന്നാണ്. ഇവിടെ ഒരു വലിയ ട്രാപ്പ് ഉണ്ട്. 1 ലിറ്റർ ഫ്യൂവലിന്റെ വില മാത്രം നോക്കിയാൽ പോരാ. നമുക്ക് നോക്കേണ്ടത് കോസ്റ്റ് പെർ ലിറ്റർ മാത്രമല്ല, കോസ്റ്റ് പെർ കിലോമീറ്റർ കൂടെ നമ്മൾ നോക്കണം. കാരണം എത്തനോളിന് ലിറ്ററിന് എനർജി കണ്ടന്റ് കുറവാണ്. അതുകൊണ്ട് എത്തനോൾ ഫ്യൂൽ വില കുറവായാലും 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ കൂടുതൽ ഫ്യൂൽ ആവശ്യമായി വരാം. അതേസമയം എത്തനോൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വർദ്ധിച്ചാൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കണം, ഫോറിൻ എക്സ്ചേഞ്ച് സേവിങ് ഉണ്ടാക്കാൻ കഴിയും. സർക്കാരിന് കണക്കുകൾ പ്രകാരം എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാം ഇതിനകം വലിയ ഫോറിൻ എക്സ്ചേഞ്ച് സേവിങ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ കൺസ്യൂമറിന് യഥാർത്ഥ ബെനിഫിറ്റ് ലഭിക്കുന്നതുമില്ല. ഫ്യൂൽ പ്രൈസ്, മൈലേജ്, വെഹിക്കിൾ മെയിൻ്റനൻസ് ഇതെല്ലാം കൂടി കണക്കിൽ എടുക്കണം നമ്മൾ. അപ്പോഴാണ് ഇത് നമുക്ക് ലാഭമാണ്. പിന്നെ 15ാമത്തെ എത്തനോളും ഇലക്ട്രിക് വെഹിക്കിൾ. ഇനി മറ്റൊരു വലിയ ചോദ്യം, ഇന്ത്യയുടെ ഭാവി എത്തനോൾ ആണോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണോ? ഒരുപക്ഷെ രണ്ടും ആവാം. EV ടെക്നോളജി നഗരങ്ങളിൽ പേഴ്സണൽ മൊബിലിറ്റിയിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ എത്തനോൾ എക്സിസ്റ്റിംഗ് ഇന്റർണൽ കമ്പഷൻ വെഹിക്കിൾ ഇക്കോസിസ്റ്റത്തിനും ഉപയോഗിച്ചുകൊണ്ട് ഓയിൽ ഡിപ്പെൻഡൻസി കുറയ്ക്കാനുള്ള ഒരു വഴി നൽകുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഫ്യൂച്ചർ ഒരു സിംഗിൾ ഫ്യൂൽ ഫ്യൂച്ചർ ആയിരിക്കുമെന്ന് ഇല്ല. നമ്മൾ കാണാൻ പോകുന്നത് EV, എത്തനോൾ, ഹൈബ്രിഡ്, CNG, CBC, മറ്റ് ആൾട്ടർനേറ്റീവ് ഫ്യൂൾസും കാണും. എന്നീ പല ടെക്നോളജി ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു എനർജി എക്കോസിസ്റ്റം ആയിരിക്കാം ഇനിയുള്ള ഇന്ത്യ. പക്ഷെ ഇനി 12ാമത്തെ പക്ഷെ ഇപ്പോൾ വലിയ ചോദ്യം ബാക്കിയുണ്ട്. E100 ടെക്നോളജി ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം ഇന്ത്യ നാളെ E100 രാജ്യമായി മാറില്ല. അതുകൊണ്ട് ഇതിന് വേണ്ടത് മതിയായ E100 ഫ്യൂൽ സ്റ്റേഷൻ, വലിയ എത്തനോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, കൂടുതൽ ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾസ് വേണം, സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ വേണം,
പുതിയ സ്റ്റാൻഡേർഡ് വേണം, കൺസ്യൂമറിന് സാമ്പത്തികമായ ആകർഷകമായ ഫ്യൂൽ പ്രൈസിങ് വേണം, സ്ഥിരമായ ഫീഡ് സ്റ്റോക്ക് സപ്ലൈ വേണം, അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജലസംരക്ഷണം വേണം, ഫുഡ് സെക്യൂരിറ്റി വേണം, അതേപോലെ ഒരുമിച്ച് ഇതെല്ലാം വേണം. ഇപ്പോൾ സർക്കാർ E20 മുകളിലേക്ക് നാഷൻ വൈഡ് ബ്ലെൻഡിങ് വർദ്ധിപ്പിക്കാൻ തീരുമാനം എടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. E85 ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിളിനായി മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് E100 ഒരു പോസിബിലിറ്റി ആണ്. പക്ഷേ E100 ഇന്ത്യയുടെ ഇമീഡിയറ്റ് റീപ്ലേസ്മെന്റ് ഫോർ പെട്രോൾ അല്ല. ഇനിയുള്ള ഒരു വലിയ ചോദ്യം, അപ്പോൾ എത്തനോൾ കാർ E100 റീപ്ലേസ് പെട്രോൾ, ഇന്ത്യയുടെ പെട്രോൾ മൊത്തത്തോടെ മാറ്റുമെന്ന്. പെട്രോളിന് ഒറ്റ ദിവസം കൊണ്ട് E100 E100 ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ എത്തനോൾ ഇന്ത്യയുടെ ഫ്യൂൽ ഇക്കോസിസ്റ്റത്തിന് വളരെ പ്രധാനപ്പെട്ട ഭാഗമാകാൻ സാധ്യതയുണ്ട്. E20 ഇതിന് അകം വലിയ തോതിൽ എത്തിയിരിക്കുകയാണ് എല്ലാ ഫ്യൂൽ സ്റ്റേഷനിലും. ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾ പ്രൊഡക്ഷനിലേക്ക് എത്തുന്നുണ്ട് എന്ന് വെച്ചാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. E85 ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ അതേപോലെ E100 കമ്പാറ്റബിൾ ടെക്നോളജി വികസിപ്പിച്ചിട്ടില്ല. അതിനാൽ ഭാവിയിൽ ഇന്ത്യയിൽ കാർ എങ്ങനെ ആയിരിക്കണം? പെട്രോൾ മാത്രമല്ല, എത്തനോൾ മാത്രമല്ല, ഇലക്ട്രിക് മാത്രമല്ല, പകരം നമുക്ക് എന്ത് പറയാം, ഒരു ഡൈവേഴ്സിഫൈഡ് എനർജി സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് ഇനി നെക്സ്റ്റ് വീഡിയോ ഇതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും. പാർട്ട് 4 നമുക്ക് കരിമ്പ് കാറിനെ ഓട്ടിക്കുമോ എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇത് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.